ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്നും ഒരു സ്പെഷ്യൽ ഡേ തന്നെയാണ് കേട്ടോ. ഇന്നലെ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അതിന് കുറച്ച് ബിരിയാണിയും ചിക്കൻ കറിയും വെച്ചതിൻ്റെ ഒരു വീഡിയോ ആണ്. പക്ഷെ ഇന്നലെ എനിക്കത് എഡിറ്റ് വെക്കാനുള്ളൊരു ടൈം കിട്ടിയില്ല. എഡിറ്റ് ചെയ്ത് വെച്ചു ബട്ട് എനിക്കതിന് വോയിസ് കൊടുക്കാനുള്ളൊരു ടൈം സെറ്റായില്ല. അപ്പം ഞാനത് ഉണ്ടാക്കണ കുറച്ച് വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ ഉമ്മച്ചിയുടെ വകയായിരുന്നു ബിരിയാണി ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്നും ഒരു സ്പെഷ്യൽ ഡേ ആണെന്ന്. അതെന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ ഉമ്മച്ചിയുടെയും ഉപ്പച്ചിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ നമുക്ക് ഉമ്മാൻ്റെ സ്പെഷ്യൽ റെസിപ്പി, അതായത് തട്ടിക്കൂട്ട് ബിരിയാണിയും ചിക്കൻ കറിയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മുടെ മസാലകളും എല്ലാം ഇട്ട് സെറ്റാക്കി കുറച്ച് ഗ്രേവി ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വല്ലാണ്ട് ചാറ് പോലെയൊന്നും ഉണ്ടാക്കണില്ല. നമ്മുടെ ചിക്കൻ കറി വേഗം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടെ. എനിക്ക് സത്യം പറഞ്ഞാൽ ബിരിയാണി ഒന്നും അങ്ങനെ ഉണ്ടാക്കാൻ അറിയില്ല. കറി അത്യാവശ്യം ഞാൻ ഉണ്ടാക്കും, കുഴപ്പമില്ല. എനിക്ക് ഈ ബിരിയാണിയുടെ ഞാൻ അങ്ങോട്ട് സെറ്റായിട്ടില്ല. നെയ്ച്ചോറ് ഞാൻ വയ്ക്കും കുഴപ്പമില്ലാണ്ട്. അപ്പോൾ ഉമ്മച്ചിൻ്റെ ബിരിയാണി ഇങ്ങനെയാണ്. ബിരിയാണി ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് വന്നപ്പോൾ നമ്മുടെ ഈ ജീരകം ഉണ്ടല്ലോ, ഈ വലിയ ജീരകം, പെരുംജീരകം, അത് ഇടാനായിട്ട് ആ സംഭവം എവിടെ വെച്ചെന്ന് കണ്ടില്ല. അപ്പോൾ അത് തപ്പി വന്നപ്പോൾ കുറച്ചൊന്ന് ചൂടായി. നമ്മുടെ ഈ കുക്കർ വല്ലാണ്ട് ചൂടായി. ആ ചൂടിൽ ഈ വെള്ളം ഒഴിച്ചപ്പോഴാണ് അങ്ങനെ അങ്ങോട്ട് പുക ആളിയത് കേട്ടോ. പക്ഷേ സംഭവം സെറ്റായിരുന്നു. ഉമ്മച്ചി വേഗം തന്നെ ബിരിയാണിയും ചിക്കൻ കറിയൊക്കെ സെറ്റാക്കി വെച്ച് അൽഹംദുലില്ലാ നല്ല രീതിയിൽ ഹാപ്പിയായി ഞാൻ. കാരണം ഇപ്രാവശ്യം എനിക്ക് വീട്ടിൽ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ വല്ലാണ്ടൊന്നുമില്ല, എങ്കിലും എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവരും എൻ്റെ കൂടെ വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് എനിക്ക് ഒരു സങ്കടം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. ആൾക്ക് വർക്കുള്ള കാരണം ആൾക്ക് വരാൻ പറ്റിയില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു 12 മണി ആയ സമയത്ത് എൻ്റെ ആങ്ങളെയും ഫാമിലി കസിൻസും കൂടിയിട്ട് അവർ കൊടൈക്കനാൽ ട്രിപ്പ് പോയേക്കായിരുന്നു. പാലക്കാട് വഴിക്കാണ് അവർ റിട്ടേൺ വന്നത്. അങ്ങനെ പാലക്കാടാണ് കേട്ടോ എൻ്റെ വീട്. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ അവർ കയറിയിട്ട് ഹസ്ബൻഡും ഇവരും എല്ലാവരും കൂടിയിട്ട് ബർത്ത്ഡേ വിഷ് ചെയ്തിട്ട് വീഡിയോ കോൾ ചെയ്ത് തന്നെ അവരെങ്ങനെ വിഷ് ചെയ്യണതിൻ്റെ ഇതിൽ അച്ചുട്ടിയെ ഇങ്ങോട്ട് നോക്കുക എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡും ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ കൂടെ. അപ്പോൾ എനിക്ക് നല്ലൊരു ഹാപ്പി തന്നെയായിരുന്നു. നമുക്ക് എന്താ പറയുക, ആൾ കൂടെ ഇല്ലെങ്കിലും ആരും ഇത് എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയണില്ല. എന്നാലും ഞാൻ ഹാപ്പി ആയി അൽഹംദുലില്ലാ. അങ്ങനെ രണ്ടാമതും എനിക്കൊരു സർപ്രൈസ് തന്നു. സത്യം പറഞ്ഞാൽ എനിക്കൊരു സങ്കടം എൻ്റെ മുഖത്ത് കാണാം. എന്താണെന്ന് വെച്ചാൽ ഇക്ക കൂടില്ലാത്തതിൻ്റെ വിഷമം എനിക്ക് നല്ല പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ് ചെയ്തിട്ട് വീഡിയോ ഫുൾ കണ്ട് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വേഗം വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.